അഭിമാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി കുണ്ടറ വിളംബര ദിനം ഇന്ന്. മലബാറിൽ വീര പഴശ്ശിരാജയെപ്പോലെ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പടപൊരുതിയ വീര ദേശാഭിമാനിയായിരുന്നു വേലുത്തമ്പി ദളവ. നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ പിടിമുറുക്കിയ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളിൽ ജ്വലിക്കുന്ന ഏടാണ് 984 മകരം 1 വേലുത്തമ്പി നടത്തിയ കുണ്ടറ വിളംബരം. കുണ്ടറ ഇളമ്പള്ളൂർ കാവിലെ ചുവടുതാങ്ങിയിൽ കയറി നിന്ന് വേലുത്തമ്പി ദളവ നടത്തിയ വിളംബരമാണ് കുണ്ടറ വിളംബരം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശക്തമായ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമാണ്. കാവിനുള്ളിൽ ഇപ്പോഴും ആ വിളംബരത്തറ ഉണ്ട്. ബ്രിട്ടീഷുകാരൻ്റെ സർവാധിപത്യം ഇവിടെ സംഭവിച്ചാൽ നമ്മുടെ ഭക്ഷണമായിരിക്കുന്ന കഞ്ഞിക്കും ഉപ്പിനും ക്ഷേത്ര പൂജയ്ക്ക് വേണ്ടിവരുന്ന കർപ്പൂരത്തിനും അവരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുമെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ഇവർക്കെതിരെ അന്തിമ പോരാട്ടത്തിന് ഒരുങ്ങാൻ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരത്തിലൂടെ ആഹ്വാനം ചെയ്തത്. സാധാരണക്കാരുടെ ജീവിതത്തെ സമഗ്രമായി പ്രതിപാദിക്കുന്ന കുണ്ടറ വിളംബരം പിറക്കുന്നത് വേലുത്തമ്പിയുടെ പോരാട്ടത്തിൻ്റെ അന്തിമ ഘട്ടത്തിലായിരുന്നു. 1805 ജനുവരി 11 തിരുവിതാംകൂർ മഹാരാജാവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ മകോള പ്രഭു ലംഘിക്കുകയും പ്രദേശത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു. തിരുവിതാംകൂർ ഖജനാവിലേക്ക് ഭാരിച്ച നികുതി അടച്ചു തീർക്കാനുണ്ടായിരുന്ന മാത്യു തരകൻ്റെ വസ്തുവകൾ ലേലം ചെയ്യുന്നതിന് വേലുത്തമ്പി പുറപ്പെടുവിച്ച ഉത്തരവ് കേണൽ മകോള റദ്ദാക്കുകയും തിരുവിതാംകൂറിൻ്റെ കപ്പം ഇനത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്ന തുക ഉടനടി അടച്ചു തീർക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. ഈ നടപടി ദളവയെ ചൊടിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ വേലുത്തമ്പിയും കൊച്ചിയിലെ പാലിയത്തച്ഛനും ചേർന്ന് ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തി. 1808 ഡിസംബർ 28 വേലുത്തമ്പി കൊച്ചിയിലെ മകോളയുടെ വസതി ആക്രമിക്കുകയും ജയിലിൽ കഴിഞ്ഞിരുന്ന തടവുകാരെ തുറന്നുവിടുകയും ചെയ്തു. തുടർന്ന് വേലുത്തമ്പിയുടെ ആസ്ഥാനം ആലപ്പുഴയിൽ നിന്നും കുണ്ടറയ്ക്ക് മാറ്റി. തുടർന്നാണ് കുണ്ടറ വിളംബരത്തിന് ദളവ നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷ് സൈന്യം നാടിനെ കൊള്ളയടിക്കുകയാണെന്നും അവരെ കെട്ടിക്കെട്ടിക്കണമെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ ദേശസ്നേഹികൾ ആയുധമെടുക്കുക, പോരാട്ടത്തിന് തയ്യാറാവുക എന്ന ആഹ്വാനം ആയിരുന്നു കുണ്ടറയിൽ വേലുത്തമ്പി ദളവ നൽകിയത്. കുണ്ടറ വിളംബരത്തെ തുടർന്ന് കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ സംഘടിതമായ പോരാട്ടങ്ങളും ഉണ്ടായി. അവസാന ചെറുത്തുനിൽപ്പ് എന്നോണം ജനങ്ങളെ മാനസികമായും പ്രായോഗികമായും സജ്ജരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. തിരുവിതാംകൂർ സൈന്യവും ജനങ്ങളും ബ്രിട്ടീഷ് സൈന്യവുമായി ഏറ്റുമുട്ടി. ഇംഗ്ലീഷുകാരുടെ ആധുനിക യുദ്ധോപകരണങ്ങളുടെ മുമ്പിൽ പക്ഷേ നാട്ടുസൈന്യം പരാജയപ്പെട്ടു. ദളവ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട വേലുത്തമ്പിക്ക് ബ്രിട്ടീഷ് പട്ടാളത്തെ മറികടക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. ഒടുവിൽ മണ്ണടി ദേവീക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ച വേലുത്തമ്പി 1809 മാർച്ച് 28 ആത്മത്യാഗം ചെയ്യുകയായിരുന്നു.